ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നൊഷ്ടു നീർ എന്നൊരു വ്യത്യസ്തമായ ബംഗാളി സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സിനിമയിലോട്ട് കടക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ കാണിക്കുന്നു. അവളുടെ പേര് ഗൗരി. അവൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുന്നു. അതിൽ പോസിറ്റീവ് എന്ന് കാണിക്കുന്നു. അവൾ ആകെ ഭയപ്പെടുന്നുണ്ട്. തൻ്റെ സാറിന്, അതായത് അധ്യാപകന് കുറേ മെസ്സേജുകൾ അയക്കുന്നു. ആ സാറിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഇനി സീൻ കട്ട് ചെയ്ത് രാജേഷ് എന്നൊരാളെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കോമളിയെയും കാണിക്കുന്നു. ഇവർക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്. വളരെ സന്തോഷകരമായ ജീവിതം. നമ്മുടെ രാജേഷ് ഒരു കോളേജിൽ പ്രൊഫസറാണ്. PhD ഒക്കെ എടുത്തിട്ടുണ്ട്. ഭാര്യയെ അത്രയധികം സ്നേഹത്തോടെയാണ് നോക്കുന്നത്. ഇപ്പോഴും ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കവിതകളൊക്കെ ചൊല്ലും. നമ്മുടെ കോമളിയും വെറുതെ വീട്ടിലിരിക്കുന്ന ആളല്ല. അവർക്കൊരു ബൊട്ടീക്കുണ്ട്. രാവിലെ ഭർത്താവിനൊപ്പം അവരും ജോലിക്ക് പോകും. തിരികെ ഗൗരി എന്ന ആ കോളേജ് വിദ്യാർത്ഥിനിയെ കാണിക്കുമ്പോൾ അവൾ കൂടുതൽ പരിഭ്രാന്തിയിലായി. സർ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ദയവായി എൻ്റെ ഫോൺ ഒന്ന് എടുക്കൂ, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ മെസ്സേജ് അയക്കുന്നു. എന്നാൽ അതിനിടയിൽ ആ സർ അവളുടെ കോൺടാക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മറ്റൊരു വശത്ത് ദിവ്യ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവൾ നമ്മുടെ നായിക കോമളിയുടെ അടുത്ത സുഹൃത്താണ്. എന്ത് കാര്യവും ഇവർ പരസ്പരം പങ്കുവയ്ക്കും. പ്രധാനമായും ഈ ദിവ്യയ്ക്ക് എപ്പോഴും ഭർത്താവുമായി വഴക്കായിരിക്കും. ആ കാര്യങ്ങളെല്ലാം കോമളിയോടാണ് പറയുക. കോമളിയാകട്ടെ, എന്നെയും എൻ്റെ ഭർത്താവിനെയും പോലെ നിങ്ങളും സന്തോഷമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. നേരം വെളുക്കുന്നു. നമ്മുടെ കോമളിയും രാജേഷും ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മറുവശത്ത് ഗൗരിയെ കാണിക്കുന്നു. അവൾ ആകെ മനം മടുത്ത് ഇനി വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ട്വിറ്റർ തുറന്ന് ഒരു ട്വീറ്റ് ഇടുന്നു. എൻ്റെ പ്രൊഫസർ രാജേഷ് കാരണം ഞാൻ ഇരയായിരിക്കുകയാണ്. അദ്ദേഹം എന്നെ ഇമോഷണലായി ടോർച്ചർ ചെയ്തും നിർബന്ധിച്ചും എന്നോടടുത്തു. അതുവഴി ഞാൻ ഗർഭിണിയായി. ഇപ്പോൾ എന്നെ പൂർണ്ണമായും അവഗണിക്കുന്നു. എൻ്റെ കോൾ പോലും എടുക്കുന്നില്ല. എനിക്ക് നീതി കിട്ടണം. ഇതായിരുന്നു അവളുടെ ട്വീറ്റ്. ഈ വിഷയം നാട്ടിൽ വൈറലാകുന്നു. എല്ലാവരും ഇതിനെ പിന്തുണച്ച് മീറ്റു ഹാഷ്ടാഗിൽ നമ്മുടെ ഗൗരിക്ക് നീതി കിട്ടണമെന്ന രീതിയിൽ ട്വീറ്റുകൾ പരത്തുന്നു. ഇവിടെ ഗൗരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കൂടുതൽ മനം മടുത്ത് ഒരു ബ്ലേഡ് എടുത്ത് ഒരു മണ്ടത്തരം, അതായത് അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇവിടെ കോമളിയുടെ സുഹൃത്ത് ദിവ്യയെ കാണിക്കുന്നു. അവൾ ഭർത്താവിനോട്, നമ്മുടെ വഴക്കിനെ കുറിച്ചെല്ലാം ഞാൻ കോമളിയോട് പറഞ്ഞു. ഇനി നമ്മളും കോമളിയും അവളുടെ ഭർത്താവും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണം, മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. കോമളിയുടെ ഭർത്താവ് രാജേഷിനെയാണ് ഗൗരി പ്രതിയാക്കിയിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവളാകെ ഞെട്ടിപ്പോകുന്നു. ഇവിടെ രാജേഷ് കോളേജിൽ വന്ന് വളരെ കൂളായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അയാളും പ്രൊഫസറാണ്, അയാൾ വന്ന് പ്രിൻസിപ്പൽ നിന്നെ അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് രാജേഷിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ വന്നിരിപ്പുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഗൗരി എന്നൊരു പെൺകുട്ടി താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ കുട്ടി ആത്മഹത്യാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യണം. അതിനാൽ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രാജേഷിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാജേഷിനെ എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ കോമളി അവരുടെ ബൊട്ടീക്കിൽ ഇരിക്കുമ്പോൾ കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് പെൺകുട്ടി കോമളിയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കോമളിക്ക് പ്രിൻസിപ്പൽ വിളിച്ച് നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. കോമളി ആകെ ഞെട്ടുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കാരണം പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആ അസിസ്റ്റന്റ് പെൺകുട്ടി തൻ്റെ ഫോൺ എടുത്തുകൊണ്ടുവന്ന് ഗൗരി ഇട്ട ആ ട്വീറ്റ് കാണിക്കുന്നത്. എന്ത്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നോ? പെൺകുട്ടികളെ വളരെ മാന്യമായി ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്ന് കോമളി വിശ്വസിക്കുന്നു. അവൾ തൻ്റെ സുഹൃത്ത് ദിവ്യയെ വിളിച്ച് വരാൻ പറയുന്നു. ദിവ്യയും ഭർത്താവും വരുന്നു. അവരോടൊപ്പം കോമളി വേഗത്തിൽ സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. നീ നേരെ പോയി നമ്മുടെ വക്കീലിനെ കാണൂ, എല്ലാം ശരിയാകും എന്ന് ഭർത്താവ് പറയുന്നു. അതിനിടയിലാണ് മകളിൽ നിന്ന് അവർക്കൊരു ഫോൺ കോൾ വരുന്നത്. മകൾ, അച്ഛൻ എവിടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നോളും മോളെ, നീ വീട്ടിൽ സുരക്ഷിതയായിരിക്കെ, ആൻറ്റി നോക്കിക്കോളും എന്ന് പറയുന്നു. അമ്മേ, റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മകൾ കോമളിയോട് ചോദിക്കുന്നു. ഈ അധ്യാപകൻ ഗൗരി എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു.
അത് കണ്ടിട്ടാണ് അവൾ ചോദിക്കുന്നത്. സ്വന്തം മകളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കോമളി തകർന്നു പോകുന്നു. മറുവശത്ത് ആത്മഹത്യാശ്രമം നടത്തിയ വിദ്യാർത്ഥിനി ഗൗരി ആശുപത്രിയിൽ രക്ഷപ്പെടുന്നു. എന്നാൽ അവിടെ അവൾക്ക് ദുഃഖകരമായ ഒരു കാര്യം സംഭവിക്കുന്നു. അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് അബോർഷനായി പോകുന്നു. ഇവിടെ നമ്മുടെ നായിക വക്കീലിനെ പോയി കാണുന്നു. വക്കീൽ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം തന്നെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്, തനിക്ക് എത്രത്തോളം സ്പേസ് തന്നിട്ടുണ്ട്, എത്ര ബഹുമാനമാണ് നൽകുന്നത് എന്നൊക്കെ വളരെ അഭിമാനത്തോടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നു. മറ്റൊരു വശത്ത് രാജേഷിന്റെ അനിയനെ കാണിക്കുന്നു. സ്വന്തം ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അവനും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനും ഒരു കുടുംബമുണ്ട്. ഇവർ എല്ലാവരും ഒരു ജോയിന്റ് ഫാമിലി ആയിട്ടാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അവർ ഇതേപറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കോമളി സ്റ്റേഷനിൽ പോയി വക്കീലിനെ കണ്ട ശേഷം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ അയൽപ്പക്കത്തെ സ്ത്രീകളെല്ലാം വന്ന് വിവരമറിഞ്ഞ് എന്തോ ഇങ്ങനെ സംഭവിച്ചു പോയി, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മോളെ നിന്റെ ഭർത്താവ് നല്ലവനാണ് എന്നൊക്കെ ഒരു തരം പരിഹാസത്തോടെ സംസാരിക്കുന്നു. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. അവർ വീട്ടിൽ വന്ന് ഭർത്താവിന്റെ അനിയനോടും അന്ന് രാവിലെ മുതൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയും രാജേഷിനെ പുറത്തിറക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിനിടയിലാണ് വക്കീൽ കോമളിയെ വിളിപ്പിച്ച് പറയുന്നത്, ഈ കേസ് അന്വേഷിച്ചപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ആ പെൺകുട്ടി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തതുകൊണ്ടും അതിന് താഴെ ഒരുപാട് പേർ പോലീസിനെ ടാഗ് ചെയ്തതുകൊണ്ടും ആ കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയതുകൊണ്ടുമാണ്. അല്ലാതെ മറ്റാരും പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ജാമ്യമെടുക്കാം. എന്നാലും നീ ആ പെൺകുട്ടിയെ നേരിട്ട് പോയി കാണൂ. എന്തെങ്കിലും പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഒരു പക്ഷേ ആ കുട്ടി പണത്തിന് വേണ്ടിയായിരിക്കാം ഇത് ചെയ്തത്. അങ്ങനെ പൈസ കൊടുത്ത് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറയൂ. ഭർത്താവിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ട്വീറ്റ് ഇടാൻ പറയൂ. എല്ലാം ശരിയാകും എന്ന് വക്കീൽ ഒരു ഐഡിയ കൊടുക്കുന്നു. കോമളിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാകുന്നു. ഇവിടെ ഗൗരിയെ കാണിക്കുന്നു. അവൾക്ക് അബോർഷനായതിന്റെ വലിയ ദുഃഖത്തിലാണ്. പോരാത്തതിന് ശാരീരികമായും അവൾ വളരെ ദുർബലയാണ്. എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് അവളെ കാണാൻ കോമളി ആശുപത്രിയിൽ വരുന്നത്. വളരെ മടിച്ചാണ് അവർ കാണാൻ വരുന്നത്. ഗൗരി കോമളിയെ ഒന്ന് നോക്കുന്നു. കോമളി, ഞാനാണ് രാജേഷിന്റെ ഭാര്യ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കറിയാമെന്ന് ഗൗരി പറയുന്നു. രാജേഷാണോ നിന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് ഗൗരി ചോദിക്കുന്നു. അല്ലല്ല, ഞാൻ സംസാരിക്കാൻ വന്നതാണ്. പിന്നെ രാജേഷ് എന്ന് പേര് വിളിക്കരുത്, അദ്ദേഹം നിന്റെ പ്രൊഫസർ അല്ലേ, ബഹുമാനത്തോടെ വിളിക്ക് എന്ന് കോമളി പറയുമ്പോൾ ഗൗരിക്ക് ചിരി വരുന്നു. പ്രൊഫസർ വിദ്യാർത്ഥി എന്ന ആ ബന്ധമൊക്കെ ഞങ്ങൾ മറികടന്നിട്ട് ഒരുപാട് നാളായി. അത് മറികടന്നത് ഞാനല്ല, നിന്റെ ഭർത്താവ് രാജേഷാണ് എന്നവൾ പറയുന്നു. നീ എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളം പറയുന്നത്? നിനക്ക് പണമല്ലേ വേണ്ടത്? നിനക്കറിയാമോ നീ കാരണം എൻ്റെ കുടുംബം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എന്ന് കോമളി ചോദിക്കുന്നു. എല്ലാ മനുഷ്യർക്കും 2 മുഖമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ മറ്റൊരു മുഖം കൂടിയുണ്ട് എന്നവൾ പറയുന്നു. ഇത് ചെയ്തത് നിങ്ങളുടെ ഭർത്താവാണെന്ന് തെളിയിക്കാൻ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അലസിപ്പോയി. നിങ്ങൾക്ക് അതറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കോമളി തകർന്നു പോകുന്നു. നിങ്ങളുടെ ഭർത്താവ് എന്നെ എത്രമാത്രം ഉപദ്രവിച്ചെന്നറിയാമോ? ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നോട് ബന്ധം പുലർത്തി. എന്നാൽ എപ്പോഴാണോ ഈ കുഞ്ഞുണ്ടായത് അപ്പോൾ മുതൽ ഒളിവിൽ പോയി. എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ അവൾ പറയുന്നു. മാനസികമായി ഞാൻ എത്രത്തോളം തകർന്നിരിക്കുകയാണെന്ന് ആർക്കും മനസ്സിലാകില്ല എന്നും അവൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ കോമളിക്ക് ദേഷ്യം വരുന്നു. ഇങ്ങനെ ഇല്ലാത്തത് എൻ്റെ ഭർത്താവിൻ്റെ മേൽ കെട്ടിവെക്കരുത് എന്നവർ ദേഷ്യപ്പെടുന്നു. ഇതിനിടയിൽ ഗൗരിയുടെ ആരോഗ്യം മോശമാകുന്നു. അപ്പോഴും അവൾ നിന്റെ ഭർത്താവ് എന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്നോ എന്നെ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചാണ് കഷ്ടപ്പെടുത്തിയതെന്നോ അറിയാതെ സംസാരിക്കരുത് എന്ന് നിലവിളിക്കുന്നു. കോമളി ആകെ തകർന്ന് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ഗൗരിയുടെ ക്ലാസ്മേറ്റ് സംസാരിക്കുകയാണ്. ഗൗരി എങ്ങനെയുള്ള പെണ്ണാണെന്ന് അറിയില്ലേ? ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ പ്രണയിച്ചു. ഇന്നൊരാളുടെ കൂടെയാണെങ്കിൽ നാളെ മറ്റൊരാളുടെ കൂടെ കാണാം. ശരിക്കും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് ആ സാറിൻ്റേത് തന്നെയാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ കോമളി വക്കീലിന്റെ അടുത്ത് വന്ന് ആ പെൺകുട്ടിയോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. മോളെ, നിന്റെ ഭർത്താവിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സൂക്ഷിക്കണം എന്നെല്ലാം പറയുന്നു. അപ്പോഴും കോമളി ഭർത്താവിനെ 100% വിശ്വസിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഭർത്താവിന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്ത് പെണ്ണാണവൾ, പണത്തിനു വേണ്ടി എന്തും ചെയ്യുമോ? ഇങ്ങനെ ഇല്ലാത്ത അപവാദം എൻ്റെ മകന്റെ മേൽ ചുമത്തിയല്ലോ എന്നൊക്കെ അവർ ദേഷ്യപ്പെടുന്നു. അവളുടെ വയറ്റിലെ കുഞ്ഞ് അലസിപ്പോയതിനെ കുറിച്ച് കേട്ടപ്പോൾ അത് അലസിയത് നന്നായി, ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്നൊക്കെ അവർ പറയുമ്പോൾ കോമളിക്ക് എന്ത് പ്രതികരിക്കണമെന്ന് അറിയുന്നില്ല. രാത്രി മുഴുവൻ ഭർത്താവും ആ ഗൗരി എന്ന പെൺകുട്ടിയും ഒന്നിച്ചുള്ളത് പോലുള്ള ദുസ്വപ്നങ്ങൾ അവൾ കാണുന്നു.
അടുത്ത ദിവസം വീണ്ടും ഗൗരിയോട് പോയി ശാന്തമായി സംസാരിക്കാമെന്ന് കരുതി കോമളി ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലായിരുന്നു. കഴിഞ്ഞ ദിവസം ഗൗരിക്ക് പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് വന്നെന്നും അതിൽ ആ കുട്ടി മരിച്ചുപോയെന്നും അവർ പറയുന്നു. കോമളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയാകുന്നു. ഉടനെ വക്കീലിനെ വിളിച്ച് ഈ സംഭവം പറയുന്നു. നീ ടെൻഷൻ ആകണ്ട, ആദ്യം ഇങ്ങോട്ട് വാ എന്ന് വക്കീൽ തിരിച്ചു വിളിക്കുന്നു. കോമളി കുറച്ച് സമാധാനപ്പെടുന്നു. അത്രയുള്ളൂ, ആ പെൺകുട്ടി പാനിക് അറ്റാക്ക് വന്ന് മരിച്ചു. ഇനി നിന്റെ ഭർത്താവിന് ഒരു പ്രശ്നവുമില്ല. ഒന്നേയുള്ളൂ, ആ കുട്ടിക്കൊരു കുടുംബമുണ്ടെങ്കിൽ അവർ ഭർത്താവിനെതിരെ കേസ് കൊടുത്താൽ പ്രശ്നമാകും. അവരങ്ങനെ കേസ് കൊടുത്തില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ 4 ദിവസത്തിനുള്ളിൽ ജാമ്യത്തിലിറക്കാമെന്ന് വക്കീൽ പറയുന്നു. എന്നാൽ കോമളിക്ക് ആ പെൺകുട്ടിയുടെ മരണം അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി ആശുപത്രിയിൽ മനം നൊന്താണ് മരിച്ചത്. അങ്ങനെ മരിച്ച ഒരു കുട്ടി എന്തിനിങ്ങനെ ഒരു കള്ളം പറയണം? ഒരു പക്ഷേ അവൾ പറഞ്ഞതുപോലെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നവരുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകുന്നു. അതിനിടയിൽ ഭർത്താവിന് ജാമ്യം കിട്ടുന്നു. കുറച്ചുനാൾ ജയിലിൽ കഴിഞ്ഞ ശേഷം ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ അയൽക്കാർ പലതും പറയുന്നുണ്ടെങ്കിലും നായികയുടെ പിന്തുണയോടെ അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. ഇതൊരു 2ാം തുടക്കമാണ്, ഫ്രഷ് ആയി തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ബന്ധുക്കളെല്ലാം അദ്ദേഹത്തിന് പിന്തുണയുമായി നിൽക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. കോമളി വീട്ടിൽ ചിരിക്കാറ് പോലുമില്ല. അവളുടെ മനസ്സിൽ ആ ചോദ്യം വന്നുകൊണ്ടേയിരിക്കുന്നു. ഭർത്താവിനൊപ്പം പുറത്തു വന്നിരുന്ന് വീണ വായിക്കുമ്പോൾ അവൾ ഭർത്താവിനോട് ചോദിക്കുന്നു, എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയുന്നില്ല. അന്ന് ആശുപത്രിയിൽ ഞാൻ കണ്ടപ്പോൾ കുഴപ്പമില്ലാതിരുന്ന കുട്ടിയാണ് ഇപ്പോൾ മരിച്ചത്. നിങ്ങളുടെ വിദ്യാർത്ഥിനി മരിച്ചതിൽ നിങ്ങൾക്കൊരു വിഷമവുമില്ലേ? ഞാൻ എന്തിനു വിഷമിക്കണം? അവൾ കാരണമാണ് ഞാൻ ജയിലിൽ കിടന്നത്. 2 ആഴ്ച ഞാൻ ജയിലിൽ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? അതിനെക്കുറിച്ച് നിനക്ക് വിഷമമില്ലേ? എന്തിനാണ് എപ്പോഴും അവളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് എന്നയാൾ തിരിച്ചു ചോദിക്കുന്നു. എനിക്ക് അവളെക്കുറിച്ച് അറിയണം, അവളെക്കുറിച്ച് പറയൂ എന്ന് അവൾ ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. പോലീസ് അന്വേഷിച്ചു, വക്കീൽ അന്വേഷിച്ചു. ഇപ്പോൾ നീയും തുടങ്ങിയോ അന്വേഷണം? വെറുതെ ഗൗരി ഗൗരി എന്ന് പറയണ്ട. അവൾ വളരെ മോശം പെണ്ണാണ്. അവൾക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ മാറിക്കൊണ്ടേയിരിക്കും. അവളെ പോലെ ഒരു മോശം പെണ്ണിനെ കാണാൻ കഴിയില്ല എന്ന് രാജേഷ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഗൗരി അടുത്തു നിൽക്കുന്നത് പോലെ കോമളിക്ക് തോന്നുന്നു. ഗൗരിയുടെ ജീവിതത്തിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നും അത് കണ്ടുപിടിക്കണമെന്നും അവർ കരുതുന്നു. അന്നു മുതൽ ഭർത്താവിൽ നിന്ന് അല്പം അകലം പാലിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ സുഹൃത്ത് ദിവ്യയോടും ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അപ്പോൾ ദിവ്യ പറയുന്നു, നീ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ആദ്യം നിന്റെ ഫോണിൽ ഫേസ്ബുക്ക് ഒക്കെ ലോഗിൻ ചെയ്യ്. ഇതാണ് ആ ഗൗരിയുടെ അക്കൗണ്ട്. അവളുടെ പ്രൊഫൈൽ പിക്ചർ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ സൂം ചെയ്ത് കാണിക്കുന്നു. അവൾ ഒരു ലോക്കറ്റ്, അതായത് ഡോളർ ധരിച്ചിട്ടുണ്ട്. അതിൽ R എന്ന് എഴുതിയിരിക്കുന്നു. R എന്നാൽ രാജേഷ്, നമ്മുടെ നായികയുടെ ഭർത്താവിന്റെ പേര്. ഒരു പക്ഷേ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് കോമളിക്ക് സംശയം തോന്നുന്നു. ഇവിടെ നമ്മുടെ നായകൻ, അതായത് രാജേഷ്, തന്റെ സുഹൃത്തായ ആ പ്രൊഫസറുടെ കൂടെ റിലാക്സ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്ത് പറയുന്നു, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഒരു പ്രശ്നവുമില്ല, കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കെ. ഇവിടെ നായിക ഫേസ്ബുക്ക് ഒക്കെ തുറന്നു നോക്കുന്നു. മറുവശത്ത് നായികയുടെ ഭർത്താവ് രാജേഷിനെ പുറത്തുള്ള ഒരു കോളേജിൽ ഒരു ചെറിയ പ്രോഗ്രാമിന് അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ സ്വന്തം കോളേജിൽ നിന്ന് ആ സുഹൃത്തായ പ്രൊഫസർ വിളിക്കുന്നു. കോളേജിൽ ഒരു മീറ്റിംഗ് നടന്നു. അതിൽ നിന്നെക്കുറിച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് അയാൾ ഞെട്ടുന്നു. നിനക്കെതിരെ പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിലെ 10 പേർ ഒപ്പിട്ട് പരാതി നൽകിയാൽ പോലീസ് ആ പരാതി സ്വീകരിക്കും എന്നും കൂടി പറഞ്ഞപ്പോൾ അയാൾക്കാകെ വിഷമമാകുന്നു. നമ്മുടെ നായകൻ അതിഥിയായി പോയ സ്ഥലത്ത് നായികയും മരിച്ചുപോയ ഗൗരിയുടെ ചില സുഹൃത്തുക്കളെ കാണുന്നു. അതിലൊരു ആൺകുട്ടി ഗൗരിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അവന്റെ പേര് അനുഭവ്. അവൻ പറയുന്നു, എല്ലാവരും ഗൗരിയെ ഒരു തെറ്റായ പെൺകുട്ടിയായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷെ ഗൗരി പറഞ്ഞതും ശരിയായിക്കൂടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇത് നായികയെ വലിയ ചിന്തയിലാഴ്ത്തുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടൻ നായിക ആ അനുഭവിന് നമുക്ക് നാളെ കാണാൻ പറ്റുമോ എന്ന് മെസ്സേജ് അയക്കുന്നു. ആ കുട്ടിയും ഓക്കെ എന്ന് മറുപടി നൽകുന്നു. ഇവിടെ നായകന്റെ സുഹൃത്ത് അടുത്ത ദിവസം വിളിക്കുന്നു. ആ 10 പേർ ഒപ്പിടേണ്ടടുത്ത് 2 അധ്യാപകർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി 8 പേർ കൂടി ഒപ്പിട്ടാൽ പോലീസ് ഇത് കേസെടുക്കുമെന്ന് പറയുന്നു. നായകൻ അല്പം ഭയപ്പെടുന്നു. അതേസമയം നമ്മുടെ നായിക അനുഭവ് എന്ന ആ വിദ്യാർത്ഥിയെ കാണാൻ പോകുന്നു. നീ സത്യം പറയൂ, ഈ സത്യം അറിയാതെ എൻ്റെ തല പെരുക്കുകയാണ്. നിനക്ക് ഗൗരിയെക്കുറിച്ച് എന്തെല്ലാം അറിയാമോ അതെല്ലാം പറയൂ എന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ ഗൗരിയെ കുറെ നാളായി പ്രണയിച്ചിരുന്നു. പക്ഷെ ഗൗരി എപ്പോഴാണോ കോളേജിൽ ചേർന്നത് കുറച്ച് നാളുകൾക്കുള്ളിൽ അവളുടെ സ്വഭാവ രീതികളെല്ലാം മാറി. അവൾ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അവളോട് പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു.
ആ ആൾക്ക് കല്യാണം കഴിഞ്ഞതാണെന്നും ഭാര്യയുണ്ടെന്നും പറഞ്ഞു. അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് മാത്രം അവൾ എന്നോട് പറഞ്ഞില്ല. എപ്പോഴാണോ ആ ആളുമായി അവൾ ബന്ധം തുടങ്ങിയത് അന്നു മുതൽ അവൾ കരച്ചിലായിരുന്നു. അവളുടെ മുഖം മാറി, ശരീരഭാഷ മാറി. അതിനുശേഷം വലിയ വിഷമത്തിലാണ് അവളെ കണ്ടിട്ടുള്ളത്. ഒരു ദിവസം ആ ആൾ എൻ്റെ കോളൊന്നും എടുക്കുന്നില്ല, എന്നെ മറന്നു എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുവെന്നും അവൻ പറയുന്നു. ഗൗരി തൻ്റെ ഭർത്താവ് തന്നെ അവഗണിച്ചു എന്നും കോൾ ബ്ലോക്ക് ചെയ്തു എന്നും പറഞ്ഞത് നായിക ഓർക്കുന്നു. ഇതെല്ലാം സത്യമായിരിക്കുമോ എന്നവർ ചിന്തിക്കുന്നു. എൻ്റെ ഭർത്താവാണ് ആ ആളെന്ന് നിനക്കറിയാമോ എന്ന് കോമളി ചോദിക്കുന്നു. അതെനിക്കറിയില്ല. അവൾ അവസാനം വരെ ആ പേര് വെളിപ്പെടുത്തിയില്ല. ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സ്റ്റാഫ് റൂമിൽ നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പതിവായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവാകാമെന്നും അവൻ പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാകുന്നത് തൻ്റെ ഭർത്താവ് രാജേഷ് ഈ ഗൗരിയോട് മാത്രമല്ല മറ്റു പല പെൺകുട്ടികളോടും അടുത്തിടപഴകി സംസാരിച്ചിട്ടുണ്ടെന്ന്. ഇത് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഇപ്പോൾ നായികയ്ക്ക് ഒരു തുമ്പ് കിട്ടുന്നു. അതായത് ഗൗരിയുടെ വീട് അവർ കണ്ടുപിടിക്കുന്നു. അവിടെ പോയി അന്വേഷിക്കാമെന്ന് കരുതി സുഹൃത്ത് ദിവ്യയെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ചാണ് എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ പോകുന്നത്. ഗൗരിക്ക് അച്ഛനും അമ്മയുമില്ല. അമ്മാവനും അമ്മായിയുമാണ് അവളെ വളർത്തിയത്. ചെറിയ പ്രായത്തിലെ ഗൗരിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. കോളേജിൽ പോകുന്നത് വരെ ഗൗരി വളരെ നല്ല കുട്ടിയായിരുന്നു. എന്നാൽ കോളേജിൽ പോയ ശേഷം അവൾക്ക് ഒരുപാട് ചീത്ത ശീലങ്ങൾ വന്നു എന്ന് അമ്മാവനും അമ്മായിയും പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മകളെ ഗൗരിയുടെ കൂടെ കൂട്ടുകൂടാൻ വിടാറില്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ മകൾ ഇടയ്ക്കിടെ ഗൗരിയോട് സംസാരിക്കുകയും അവളെ തേടി സിറ്റിയിലെ ആ കോളേജിൽ പോവുകയും ചെയ്തിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ കോമളി ആ അമ്മാവന്റെയും അമ്മായിയുടെയും മകൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കോമളി അവളെ പോയി കാണുന്നു. ആ കുട്ടി പറയുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗൗരി ചേച്ചിയെ കണ്ടിട്ടുണ്ട്. അന്ന് ചേച്ചി കോളേജിൽ പോയി ആളാകെ മാറിയിരുന്നു. അങ്ങനെ പ്രായമായ ഒരാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ ആള് ഗൗരി ചേച്ചിയെ എന്തോ നിർബന്ധിച്ച് അടുത്തിടപഴകുന്നത് പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഗൗരി ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഈ കാര്യം പുറത്ത് പറയരുതെന്ന് എന്നോട് പറഞ്ഞു. നീ എപ്പോഴാണ് ഇത് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എന്നവൾ പറയുന്നു. അപ്പോഴാണ് കോമളിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സെമസ്റ്റർ അവധിക്ക് ഭർത്താവ് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയി വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനാണ് പോയതെന്ന് അവർ സംശയിക്കുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഗൗരി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഫോണിൽ വഴക്കിടുന്നത് കണ്ടു. എനിക്ക് വേണ്ടി നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വരാൻ പറ്റില്ലേ? ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നീ പറയുന്ന സമയത്തെല്ലാം ഞാൻ വന്നിട്ടില്ലേ? നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടില്ലേ? എന്നെ എത്രമാത്രം നീ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തതെന്നും സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടു. അതും പുറത്ത് പറയരുതെന്ന് ഗൗരി ചേച്ചി എൻ്റെ അടുത്ത് സത്യം വാങ്ങിയിരുന്നു. അപ്പോഴാണ് അവരുടെ വയറിനടുത്ത് ഒരു മുറിവ് ഞാൻ കണ്ടത്. അവർക്ക് ശാരീരികമായി ഒരുപാട് മുറിവേറ്റിരുന്നു എന്നും ആ കുട്ടി പറയുന്നു. നീ ഗൗരി ചേച്ചി ഒരു പ്രായമായ ആളുടെ കൂടെ പോകുന്നത് കണ്ടല്ലോ. ആ ആളെ ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് കോമളി ചോദിക്കുന്നു. അതെ എന്ന് ആ കുട്ടി പറയുമ്പോൾ നായിക തന്റെ ഭർത്താവിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. ഇയാൾ തന്നെയാണ് ആ ആളെന്ന് ആ ചെറിയ കുട്ടി പറയുന്നു. ഇത് കേട്ട് നായിക തകർന്നു പോകുന്നു. ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല, തന്റെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നു. മറുവശത്ത് ഭർത്താവിന്റെ സുഹൃത്ത് കോളേജിൽ നിന്ന് വിളിച്ച് 9 പേർ മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ. ഒപ്പിടാൻ 10 പേർ വേണം. അതുകൊണ്ട് പ്രിൻസിപ്പൽ നിനക്കെതിരെ പോലീസ് കേസ് കൊടുക്കുന്നത് വേണ്ടെന്ന് വെച്ചു. നീ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇത് കേട്ട് രാജേഷ് സന്തോഷിക്കുന്നു. ഇവിടെ കോമളി ആകെ തകർന്നിരിക്കുകയാണ്. ആ ഗൗരി എന്ന പെൺകുട്ടിക്ക് നീതി കിട്ടണം. തന്റെ ഭർത്താവിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നവർ ചിന്തിക്കുന്നു. അവർ നേരെ വക്കീലിനെ കാണാൻ പോകുന്നു. വക്കീലിനോട് തനിക്ക് വിവാഹമോചനം വേണമെന്നും ഭർത്താവിന് ഡിവോഴ്സ് നോട്ടീസ് അയക്കണമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും പറയുന്നു. അവർ തിരികെ വീട്ടിലേക്ക് വരുന്നു. അവിടെ രാജേഷ് തന്റെ കുടുംബത്തിനും അമ്മയ്ക്കും അനിയനും വേണ്ടി പിസ്സ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായിക വന്നപ്പോൾ എന്താ നീ വളരെയധികം ക്ഷീണിച്ചോ? വേണമെങ്കിൽ ഞാനൊരു കവിത ചൊല്ലി നിന്നെ ഇംപ്രസ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. ഓ, അപ്പോൾ ഇങ്ങനെ കവിത പറഞ്ഞാണോ എല്ലാ പെൺകുട്ടികളെയും, അതായത് നിന്റെ സ്റ്റുഡൻസിനെ നീ ഇംപ്രസ് ചെയ്തത് എന്ന് കോമളി തിരിച്ചു ചോദിക്കുന്നു. ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിപ്പോകുന്നു. ഇത്രയും നാള് ഞാൻ പാല് കൊടുത്തത് പൂച്ചയ്ക്കല്ല പുലിക്കാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീയൊന്നും ഒരു മനുഷ്യനെയല്ല എന്ന് പറഞ്ഞ് അവർ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് നായകൻ രാജേഷിന് ഒരു ഫോൺ കോൾ വരുന്നത്. സുഹൃത്താണ് വിളിക്കുന്നത്. ഡാ, കാര്യം അറിഞ്ഞോ? നിന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുന്നു. കോമളി ഇപ്പോഴാണ് വീട്ടിൽ വന്നതെന്ന് രാജേഷ് മറുപടി പറയുന്നു. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നിനക്കെതിരെ പോലീസ് കേസ് എടുത്തു എന്ന് സുഹൃത്ത് പറയുന്നു. നീ എന്താ ഈ പറയുന്നത്? 9 പേരെ ഒപ്പിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതേടാ, 9 ഒപ്പേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ പെട്ടെന്ന് കോളേജിൽ വന്ന് നിന്റെ ഭാര്യ തന്നെ ആ കേസ് പോലീസ് എടുക്കണമെന്ന് പറഞ്ഞ് 10ാമത്തെ ഒപ്പുവെച്ചു. നിനക്കെതിരെ നിന്റെ ഭാര്യ തന്നെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഗൗരിക്ക് നീതി വേണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ആ കേസ് വീണ്ടും എടുത്തു. നീയാണെല്ലാം ചെയ്തത്. ഇപ്പോൾ നീ കൈയോടെ പിടിക്കപ്പെടാൻ പോകുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് സുഹൃത്ത് നിർത്തുമ്പോൾ രാജേഷ് തലയിൽ കൈവച്ച് ഇരിക്കുന്നു. തെറ്റ് ചെയ്തത് സ്വന്തം ഭർത്താവാണെങ്കിലും അവിടെ ഇരയായത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്റെ ഭർത്താവിന് കിട്ടേണ്ട ശിക്ഷ കിട്ടിയേ തീരൂ എന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കോമളി. അങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് കരുതി ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് പരിശോധിക്കുന്നു. അതിൽ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നു. ഭർത്താവുമായി വേർപിരിയാൻ പോകുന്ന ഈ സമയത്ത് ഗർഭിണിയായല്ലോ എന്നോർത്ത് അവൾ ഞെട്ടുന്നു. ഇനി ഇവരുടെ ജീവിതം എന്താകുമെന്ന ഒരു ചോദ്യചിഹ്നത്തോടെ 2ാം സീസണിലേക്കുള്ള ഒരു സൂചന നൽകി സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.